നോമ്പുകാലം 4-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: ദൈവത്തിന്റെ നയതന്ത്രജ്ഞത. ഇന്നേവരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ധീരോദാത്തതയിലും ഭരണ നയതന്ത്രജ്ഞതയിലും വലിയ മാനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള 10 പേരുടെ പേരിൽ തീർച്ചയായും പെടുന്ന ഒരു പേരായിരിക്കും നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം ഇറ്റലിയിലാണ് ജനിച്ചത് എന്ന് വരികിലും അദ്ദേഹം വളർന്നതും വിദ്യാഭ്യാസം നടത്തിയതും പൂർത്തിയാക്കിയതും ഫ്രാൻസിലെ മിലിറ്ററി സ്കൂളിനോടനുബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് കാർലോസ് ബോണപ്പാർട്ട് അന്നാട്ടിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിയമപണ്ഡിതനായിരുന്നതുകൊണ്ടും അദ്ദേഹം പട്ടാളത്തിൽ ഏറ്റവും ഉയർന്ന ഒരു സിവിൽ ഉദ്യോഗം വഹിച്ചിരുന്നതുകൊണ്ടും പിതാവിന്റെ സ്വാധീനവും സൗകര്യവും പരിഗണിച്ചുകൊണ്ട് നെപ്പോളിയന് എല്ലാ തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസവും ലഭിക്കാൻ ഫ്രാൻസിലെ മിലിറ്ററി സ്കൂൾ ആയിരുന്നു വേദി ഒരുക്കിയത്. അങ്ങനെ മിലിറ്ററി രംഗത്തിലുള്ള വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ നെപ്പോളിയൻ, യുവാവായ നെപ്പോളിയന് സ്വാഭാവികമായിട്ട് മനസ്സിൽ ഉണ്ടായിരുന്നത് സൈനിക സേവനത്തിലുള്ള താല്പര്യമായിരുന്നു. വളരെ ധീരനായിരുന്നു ചെറുപ്പം മുതൽ തന്നെ നെപ്പോളിയൻ. പിതാവിന്റെ ഒത്താശയോടുകൂടെ അദ്ദേഹം സൈനിക സേവനത്തിൽ ചേരുകയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിന്റെ ധീരോദാത്തമായ നിലപാടും ബുദ്ധികൂർമ്മതയും നിരീക്ഷണപാഠവും കൊണ്ട് നെപ്പോളിയൻ സൈന്യത്തിൽ ഓരോ പദവികൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. അങ്ങനെ അധികം താമസിക്കുന്നതിന് മുമ്പ് 1803 അദ്ദേഹം ഫ്രാൻസിന്റെ കൌൺസിൽ ജനറലായിട്ട് അവരോധിക്കപ്പെട്ടു. 1804 തന്നെ അദ്ദേഹം ഫ്രാൻസിന്റെ സർവ്വസൈനാധിപനായിട്ട് സ്വയമായിട്ട് അവരോധിതനാകുകയാണ്. അങ്ങനെ അദ്ദേഹം ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് സ്വയം അദ്ദേഹം അവരോധിതനാകുന്നു. അധികം നാള് വേണ്ടി വന്നില്ല. നെപ്പോളിയന്റെ ഭരണപാഠവും നയതന്ത്രജ്ഞതയുടെയും ഫലമായിട്ട് കൂടെ യൂറോപ്പിലെ പല രാജ്യങ്ങളും നെപ്പോളിയൻ പിടിച്ചടക്കി. അങ്ങനെ യൂറോപ്പ് മുഴുവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായിട്ടുള്ള ശക്തനായിട്ടുള്ള സ്വാധീനമുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ജനങ്ങൾ പറയും അത് നെപ്പോളിയൻ ആണ് എന്ന്. അങ്ങനെ ആ നെപ്പോളിയൻ ഇത്രയേറെ പ്രസിദ്ധനാകാൻ ഇടവന്നതിന്റെ ഒരു കാര്യം അദ്ദേഹം തന്റെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ ഇടവന്ന ഒരു നയതന്ത്രജ്ഞത അല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ വളരെ ചിട്ടയോടും വളരെ ഉത്സാഹത്തോടും വളരെയേറെ ആത്മാർത്ഥതയോടും ഏകോപന സമീപന രീതിയിലുമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നത്. അതിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളർത്തിയെടുത്ത ഒരു പ്രത്യേക നയതന്ത്രജ്ഞതയും മാർജവത്വവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പട്ടാളത്തിന്റെ റെജിമെന്റ് സന്ദർശിക്കാൻ പോകുന്ന അവസരത്തില് അതിനുള്ള പദ്ധതികൾ ഒരുക്കുന്നതോടുകൂടെ തന്നെ സന്ദർശിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന റെജിമെന്റിലെ പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും മികവ് പുലർത്തുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ പേരും അവരുടെ എല്ലാ വിശദ വിവരങ്ങളും മുൻകൂട്ടി തന്നെ അദ്ദേഹം പഠിക്കും. അവരുടെ വീട്ടുവിശേഷങ്ങള്, അവരെന്താണ് ചെയ്ത്, അവരുടെ വിജയം എന്തായിരുന്നു, എവിടെ വെച്ചായിരുന്നു, എല്ലാ തരം വിശേഷങ്ങളും അദ്ദേഹം മുൻകൂട്ടി പഠിക്കും. പക്ഷെ അത് പട്ടാള ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അത് അറിയില്ല. അങ്ങനെ മുൻകൂട്ടി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ റെജിമെന്റ് സന്ദർശിക്കുന്നതിന് വേണ്ടി ചെല്ലുക. അങ്ങനെ റെജിമെന്റ് സന്ദർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹം മുൻകൂട്ടി പഠിച്ചിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാരെ തനിച്ചു കാണും. അവരെ പേര് ചൊല്ലി വിളിക്കും, അവരുടെ വീട്ടുവിശേഷങ്ങൾ ചോദിക്കും. അവർ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അറിയാവുന്ന രീതിയിൽ നെപ്പോളിയൻ അവരോട് സംസാരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹാരാജാവാണ് നെപ്പോളിയൻ. തങ്ങളുടെ ചക്രവർത്തി തങ്ങളെപ്പറ്റി എല്ലാ വിശദ വിവരങ്ങളും അറിയുന്ന മനുഷ്യനാണ് എന്ന ഒരൊറ്റ കാരണത്താൽ തന്നെ അവർക്ക് വിസ്മയത്താൽ കുതിച്ചു ചാടാൻ തുടങ്ങിയവര്. നിങ്ങളുടെ ചക്രവർത്തി ഞങ്ങളെ എല്ലാം അറിയാം, അതുകൊണ്ട് ആ ചക്രവർത്തിക്ക് വേണ്ടി ജീവൻ തന്നെ ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലാണ് ആ പട്ടാളത്തിലുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പട്ടാളക്കാരുടെ ഒരു താരമായി തീർന്നു നെപ്പോളിയൻ. ജീവൻ പോലും നെപ്പോളിയന് വേണ്ടി ബലി കൊടുക്കാൻ തയ്യാറായി അന്നത്തെ നെപ്പോളിയന്റെ കീഴിലുള്ള പട്ടാളക്കാർ. കാരണം തങ്ങളുടെ ചക്രവർത്തിക്ക് തങ്ങളെപ്പറ്റി മുഴുവനും അറിയാം എന്നൊരു ധാരണയാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പട്ടാളക്കാരെ നയിക്കാൻ ഇടവന്നത്. ഏതാനും വർഷങ്ങളെ ഈ താരപ്രഭ
നെപ്പോളിയൻ ഉണ്ടായുള്ളൂ. 1815 ബെൽജിയത്തിലുള്ള വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജിതനാകുകയാണ്. നെപ്പോളിയൻ ബന്ധിതനാകുന്നു. നെപ്പോളിയനെ നാടുകടത്തുന്നു. അധികം താമസിക്കുന്നതിന് മുമ്പ് നെപ്പോളിയൻ മരിക്കാനിടവരുന്നു. ഏത് പട്ടിക്കും ഒരു സമയമുണ്ടാകും എന്നാണ് പഴഞ്ചൊല്ല്. ഈച്ച് ഡോഗ് ഹാസ് ഹിസ് ഓൺ ടൈം എന്ന് പറയുന്ന പഴഞ്ചൊല്ല് സത്യമല്ലേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നെപ്പോളിയൻ. ഏതാനും കാലകം ഉദിച്ചുയർന്ന വേദിയിൽ തിളങ്ങി നിന്ന് അരങ്ങിൽ ശോഭിച്ച നെപ്പോളിയൻ സമയം കഴിഞ്ഞപ്പോ അരങ്ങ് വിടേണ്ടി വന്നു. ഇതാണ് എല്ലാ മനുഷ്യരുടെയും കഥ. എന്തിനാ ഞാൻ ഇന്ന് ഈ നെപ്പോളിയന്റെ അരങ്ങ് വിട്ട സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു നിങ്ങൾക്ക് അറിയണ്ടേ? അരങ്ങിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ ഇടവരുന്ന ദൈവം, അരങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയേണ്ട ആവശ്യമില്ലാത്ത ദൈവം, ദൈവത്തിന്റെ നയതന്ത്രജ്ഞതയുടെ വിശേഷങ്ങള് നമ്മോട് പറഞ്ഞു മനസ്സിലാക്കിയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കഥയിൽ കൂടെ. ഇത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കടത്തിവിടേണ്ടതുണ്ട്. അരങ്ങിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ നയതന്ത്രജ്ഞത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് യേശു ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ. യേശു പറയുന്ന ഒരു കഥ. ഒരു വീട്ടുടമസ്ഥൻ, ആ വീട്ടുടമസ്ഥന് വലിയ തോട്ടം. ആ തോട്ടം മുന്തിരിയുടെ തോട്ടമാണത്. വളരെ സവിശേഷമായ മുന്തിരിയാണ് ആ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിനെ എല്ലാ തരത്തിലുള്ള പരിചരണങ്ങളും കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ തോട്ടത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി വേലി കെട്ടിയിരിക്കുന്നു. ആ തോട്ടത്തിൽ നിന്ന് മുന്തിരി പറിച്ച് അതിൽ നിന്ന് ചാറുണ്ടാക്കാൻ വേണ്ടി ചക്ക് സ്ഥാപിച്ചിരിക്കുന്നു. അതിന് വാച്ച് ടവർ എന്ന രീതിയിൽ ഗോപുരം പണിതിരിക്കുന്നു. എല്ലാ തരത്തിലും സംരക്ഷണവും പരിചരണവും ആ മുന്തിരിത്തോട്ടത്തിന് കൊടുത്തിരിക്കുന്നു. സെഡ് കാറ്റഗറി സംരക്ഷണമാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വീട്ടുടമസ്ഥൻ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ മുന്തിരിത്തോട്ടമാണ് മനുഷ്യരാകുന്ന മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വീട്ടുടമസ്ഥന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദൈവം എല്ലാ സജ്ജീകരണങ്ങളും കാരുണ്യത്തോടു കൂടി നടത്തിയിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ നയതന്ത്രജ്ഞത എന്ന് യേശു ക്രിസ്തു നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോ സാധാരണ മനുഷ്യര്, നെപ്പോളിയന്റെ പട്ടാളക്കാർ നെപ്പോളിയനോട് ആത്മാർത്ഥത പുലർത്തിയെന്ന് വരികില് ദൈവത്തിന്റെ മക്കള് ആയിരിക്കുന്ന മനുഷ്യര്, ഇത്രയേറെ സംരക്ഷണത്തിൽ വളരുന്ന ആ മനുഷ്യരെ എത്രയേറെ നന്ദിയോടുകൂടെ, എത്രയേറെ പ്രതിബദ്ധതയോടുകൂടെ അവരുടെ ജോലി നിർവഹിക്കേണ്ടിയിരുന്നു. എന്നാൽ യേശു പറഞ്ഞ കഥയില് ആ മനുഷ്യര് നന്ദിയല്ല കാണിച്ചത്, നന്ദികേടാണ് കാണിച്ചത്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥത അനുസരിച്ച് വീട്ടുടമസ്ഥൻ പാട്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആ തോട്ടത്തിന്റെ ലാഭത്തിന്റെ വിഹിതം സ്വീകരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരെ അയക്കാറുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരെ അയക്കാൻ വേണ്ടി വീട്ടുടമസ്ഥൻ തയ്യാറായപ്പോ ഈ കൃഷിക്കാര് ആ ഉത്തരവാദിത്തപ്പെട്ടവരെ മർദ്ദിക്കുക, അവരെ എല്ലാ തരത്തിലും പീഡിപ്പിക്കുകയാണ്, ചിലരെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേറെ സംരക്ഷണം നൽകി, എല്ലാ പരിചരണവും നൽകി ഉള്ള ഒരു തോട്ടം വിളവെടുക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന ആ കൃഷിക്കാര് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേടും ധിക്കാരപരമായിട്ടും അവർ പെരുമാറുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വീട്ടുടമസ്ഥനായിട്ടുള്ള ദൈവം വീണ്ടും അവർ മനസ്സ് തിരിയുമെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ ആളുകളെ അയക്കുന്നു. വീണ്ടും അപേക്ഷ, അനുരഞ്ജന പ്രക്രിയയിലേക്ക് വീണ്ടും ദൈവം അതിനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ്. പക്ഷെ അതൊന്നും ഈ കൃഷിക്കാര്, പാട്ടത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന കൃഷിക്കാര് അതിന്റെ അടിസ്ഥാനത്തില് ഒരു തരത്തിലും നന്ദിയോടുകൂടെയും ഒരു തരത്തിലും ഉചിതമായ രീതിയിലും പെരുമാറാതെ ധിക്കാരപൂർവ്വം പെരുമാറുന്ന കൃഷിക്കാര്. അപ്പോൾ യേശു ചോദിക്കുന്നു, ആ വീട്ടുടമസ്ഥൻ അപ്പോ എന്തു ചെയ്യും? ശ്രോതാക്കളോടായിട്ട് യേശു ചോദിക്കുകയാണ്, ആ വീട്ടുടമസ്ഥൻ പിന്നെ എന്തു ചെയ്യും? വീട്ടുടമസ്ഥന്റെ സ്ഥാനത്ത് പിതാവായ ദൈവമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. യേശു തന്നെ ഉത്തരം പറയുന്നു, ആ തോട്ടം ആരെ ഏൽപ്പിച്ചു? അവരെ ആ തോട്ടം വേണ്ട വിധത്തിൽ നോക്കുന്നില്ല അവരെന്ന് കാണുമ്പോ അവസാന കൈ എന്ന രീതിയില്
തന്റെ സ്വന്തം പുത്രനെ തന്നെ, അവകാശിയായിട്ടുള്ള സ്വന്തം പുത്രനെ തന്നെ അതിന്റെ ലാഭം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ തോട്ടക്കാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഈ മകൻ വരുന്ന അവസരത്തില് പിതാവ് വീട്ടുടമസ്ഥൻ വിചാരിച്ചു, തീർച്ചയായും അവർ മാന്യമായിട്ട് പെരുമാറും, തീർച്ചയായിട്ടും അവരുടെ തെറ്റുകൾക്ക് അവര് പശ്ചാത്തപിക്കും, അവര് നന്ദിയോടുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുമെന്ന ധാരണയോടുകൂടിയാണ് ദൈവം പെരുമാറിയത്. പക്ഷേ ഈ അവകാശിയായിട്ടുള്ള മകനെ കണ്ടതോടുകൂടി കൃഷിക്കാര് മകനെ പിടിച്ച് അടിച്ച് മർദ്ദിച്ച് കൊന്ന് തോട്ടത്തിന് പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. യേശു ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും? ദൈവം അതിന് തക്കതായിട്ടുള്ള രീതിയിൽ പെരുമാറും. മക്കളെ, കാർക്കശ്യത്തോടു കൂടി നിങ്ങളോട് പെരുമാറും. ഇത്രയേറെ അവസരങ്ങൾ തന്നിട്ടും നിങ്ങളത് മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളോട് കാർക്കശ്യത്തോടു കൂടി പെരുമാറും. ദൈവത്തിന്റെ നയതന്ത്രജ്ഞത അതിലേക്ക് നീങ്ങാൻ നിങ്ങൾ നിർബന്ധിക്കാൻ ഇടവരും. ആ കല്ലിന്മേൽ വീണ് തരിപ്പണമാകും, ധൂളിയായിത്തീരും. ദൈവത്തിന്റെ കഠിനമായിട്ടുള്ള ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് ആ തോട്ടം അവരിൽ നിന്ന് എടുത്ത് ഫലം നൽകുന്ന മനുഷ്യരെ ഏൽപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുറപ്പെടുവിക്കേണ്ട നല്ല ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇടവരുന്ന ആ കൃഷിക്കാരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കും. ഇതാണ് ദൈവം ചെയ്യുക എന്ന് ദൈവത്തിന്റെ നയതന്ത്രജ്ഞതയുടെ ആ മാനങ്ങള് യേശു നമ്മുടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇത്രയും സാങ്കേതികത്വം. ഇനി ലളിതമായിട്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവം നമ്മെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഗ്രഹിച്ചിട്ടുള്ള കുടുംബനാഥന, എല്ലാ വിശേഷങ്ങളും നമ്മെ പറ്റിയിട്ട് ഇത്രയേറെ അറിയാവുന്ന വേറൊരു വ്യക്തി ഈ പ്രപഞ്ചത്തിലില്ല. നമ്മുടെ പേര് മാത്രമല്ല, നമ്മുടെ എല്ലാ വിശദ വിവരങ്ങളും, നമ്മുടെ ജീവിതത്തിന്റെ വരുമാനവും ചെലവും ഒക്കെ അറിയാവുന്ന വ്യക്തി, നമ്മുടെ കഴിവും കഴിവുകേടും അറിയാവുന്ന വ്യക്തി, നമ്മുടെ ചാബല്യങ്ങളും നമ്മുടെ ഗുണങ്ങളും അറിയാവുന്ന വ്യക്തി, ആ വ്യക്തിയായിരിക്കുന്ന ദൈവം കാരുണ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന അവസരമാണിത്. ഈ അവസരം നമ്മൾ വിനിയോഗിക്കാതെ, അത് വേണ്ട വിധത്തിൽ ഒരിക്കലും നോക്കിക്കാണാതെ, അത് വളരെ ബാലിശമായ രീതിയിൽ, അത് വളരെ ലാഘവ ബുദ്ധിയോടുകൂടെ ഉത്തരവാദിത്വരഹിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങള് വളരെ കാർക്കശ്യത്തോടുകൂടി പെരുമാറാൻ ഇടവരുന്ന ഒരു ദൈവമായിരിക്കും നമ്മുടെ വിധിയാളൻ എന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നോമ്പുകാലം, നമ്മുടെ ജീവിതമാകുന്ന ആ കൃഷിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ ഇടവരണം. നമുക്ക് വളരെ അനുഷ്ഠാന പ്രക്രിയയിൽ കൂടെ ചേർന്ന് അതിന്റെ കൃഷി നടത്തിയാൽ പോരാ. അതിന്റെ യഥാർത്ഥത്തിലുള്ള കേടുപാടുകൾ കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമ്മുടെ ജീവിതമാകുന്ന ആ കൃഷി അതിന്റെ ലാഭകരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഫലങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലൂടെ സാധിക്കണം. ആ സാധിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ആ ചുമതല നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ആ ദൈവത്തിന്റെ നയതന്ത്രജ്ഞത നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് യേശുക്രിസ്തു. ഇതാണ് രക്ഷാകര ചരിത്രത്തിന്റെ മുഴുവനും സത്യങ്ങള് ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷ ഭാഗമാണ് യേശു ഇന്ന് പറഞ്ഞ ആ സുവിശേഷ ഭാഗം. ഇത് ഗ്രഹിക്കാൻ വളരെ ദൈവശാസ്ത്രത്തിന്റെ ഒരു പിൻബലം ഒരുപാട് ആവശ്യമുണ്ട്. ആ പിൻബലം ഈ ഒരു ഹ്രസ്വമായിട്ടുള്ള സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ സമയം പോരാത്തത് കൊണ്ടും കൂടെയാണ് ഞാൻ ഒരു സംഭവത്തിൽ കൂടെ ആ ദൈവശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് ഞാൻ വെളിച്ചം വീശിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലഭ്യമായിരിക്കുന്ന അവസരങ്ങള് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും ഉത്തരവാദിത്വത്തോടും കൂടെ നാം ഉപകാരപ്പെടുത്തി നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ട കാലമാണിതെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം.